ചലച്ചിത്ര നടി മായ മേനോൻ ബി.ജെ.പി. അംഗത്വം സ്വീകരിച്ചു. തൃപ്പൂണിത്തുറയിൽ നടന്ന സ്ത്രീശക്തി സംഗമത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിൽ നിന്നാണ് അംഗത്വം ഏറ്റുവാങ്ങിയത്. ബുദ്ധിയുള്ളവർ നാട് നശിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവർ ബി.ജെ.പിയെ പിന്തുണയ്ക്കുമെന്നും മായ മേനോൻ ജനം ടിവിയോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ബി.ജെ.പിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു പതിവായ കാഴ്ചയായിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി സിനിമാ താരം മായ മേനോൻ നമ്മോടൊപ്പം ചേരുകയാണ്. സുരേഷ് ഗോപി പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് പാർട്ടിയിലേക്കുള്ള അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. അവർ നമ്മോടൊപ്പം ചേരുകയാണ്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കേരളത്തിൽ ഈയിടെയായിട്ട് വരുന്ന ഒരു ട്രെൻഡാണ്. കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ബി.ജെ.പിയിലേക്കുള്ളൊരു കടന്നു വരാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? ഞാൻ ഈ പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ട് അതിൻ്റെ അംഗത്വം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കലാകാരിയായി തന്നെ തുടരാനാണ് താല്പര്യം. രാഷ്ട്രീയക്കാരിയല്ല ഞാൻ. പക്ഷേ നമുക്ക് രാഷ്ട്രീയം വേണമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളുടെ നാടിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ആ നാടിന് വേണ്ടി ഏത് പാർട്ടിയാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്, ഏത് പാർട്ടിയാണ് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും തൊഴിലവസരങ്ങളായാലും സ്ത്രീ ശാക്തീകരണമായാലും അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മൾക്ക് നാടിൻ്റെ അഭിമാനം ലോകത്തിന് മുമ്പിൽ ഉയർത്തുന്നത് ഏത് പാർട്ടിയാണെന്ന് നോക്കുമ്പോൾ 2014 തൊട്ട് നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ് അതിന് കൃത്യമായ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായി നിലകൊണ്ടുകൊണ്ട് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിത് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇന്ന് ഇവിടെ നടന്നത് സ്ത്രീ ശാക്തീകരണ സംഘമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാവുക എന്ന് പറയുമ്പോൾ അതൊരു അഭിമാനമായിട്ട് ഞാൻ കരുതുന്നു. സോ അങ്ങനെ കേന്ദ്രത്തിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലുള്ള ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ അത് സംബന്ധിച്ചുള്ള കേരളത്തിലാണെങ്കിൽ ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണത്തിലേക്ക് എത്തിയിട്ടില്ല. എങ്ങനെയാണ് ബി.ജെ.പിയുടെ ഒരു ഭാവി കേരളത്തിൽ എങ്ങനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ബി.ജെ.പി തീർച്ചയായിട്ടും മുന്നോട്ട് വരും, വിജയിക്കും. കാരണം ബുദ്ധിയുള്ളവർ, അതായത് പ്രാക്ടിക്കൽ വിസ്റ്റം ഉള്ളവർ എന്തായാലും നമ്മുടെ നാട് നശിച്ച് കാണാൻ ആഗ്രഹിക്കില്ല. കാരണം നമ്മുടെ നാട് നശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ തന്നെ അനുഭവിക്കണം, അവിടെ താമസിക്കുന്നവർ അനുഭവിക്കണം. അപ്പോൾ ഇവിടെ ഇവിടെ പുരോഗതി ഉണ്ടാക്കാനും ഇവിടെ കടബാധ്യതകളിൽ നിന്ന് പുറത്തു വരാനും എല്ലാവരുടെയും വിശ്വാസങ്ങളെ ഒരുപോലെ സംരക്ഷിക്കാനും എല്ലാവർക്കും ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഇവിടെ ബി.ജെ.പി. തന്നെ വരണം. അതുകൊണ്ടാണ് അതിൻ്റെ ഭാഗമാവുന്നതിൽ അഭിമാനത്തോടു കൂടി പറയുന്നത്. സുരേഷ് ഗോപിയിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. കാരണം ഒരുപക്ഷെ ഒരേ ഫീൽഡ് ആണ്. അതുമാത്രമല്ല കേരളത്തിൽ ഇത്തരത്തിലുള്ള അങ്ങ് പറഞ്ഞതുപോലെയുള്ള വലിയ മാറ്റം ഉണ്ടാക്കുന്നത് സുരേഷ് ഗോപിയിലൂടെ ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിനെ ആ ഒരു കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെന്താ വെച്ചാൽ സുരേഷ് ഏട്ടന് വിജയം കിട്ടിയതിൽ ഞങ്ങളുടെ കൂടി ഒരു പങ്കുണ്ട്. ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. ഞങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കൂടി ചേർന്നതുകൊണ്ടാണ് അദ്ദേഹം MP അയക്കുന്നത്. അതിൻ്റെ ഭയങ്കര അഭിമാനമുണ്ട്. അദ്ദേഹത്തിനെ തിരിച്ചറിയുന്ന ഓരോ മനുഷ്യർക്കും അറിയാം, അദ്ദേഹം സമൂഹത്തിന് വേണ്ടി കൃത്യമായിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞതുപോലെ ചെയ്യുന്ന വ്യക്തിയാണ്. അതിനൊരു രാഷ്ട്രീയമൊന്നും നോക്കുന്ന ആളല്ല, ഒരു ജാതി മതം നോക്കുന്ന ആളല്ല. അപ്പോൾ ഇത് അനുഭവമുള്ളവർക്ക് അറിയാം. അപ്പോൾ അത്തരമൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് എനിക്ക് അംഗത്വം കിട്ടിയതിൽ അതൊരു ഇരട്ടി മധുരമായിട്ട് തോന്നുന്നു. മത്സരിക്കാനുള്ള നീക്കമൊക്കെ ഉണ്ടാവുമോ തുറന്നുള്ള? ഇല്ല, കാരണം രാഷ്ട്രീയം എനിക്കിപ്പോഴും രാഷ്ട്രീയക്കാരിയല്ല. വളരെ സെൻസിറ്റീവായിട്ടുള്ള മറ്റുള്ളവരുടെ വിഷമങ്ങളിലൊക്കെ അലിയുന്ന വളരെ ഒരു കലാകാരിയാണ്. അപ്പോൾ പക്ഷേ നമ്മളിതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ പറഞ്ഞു, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് എങ്ങാനും ഇത് രാഷ്ട്രീയത്തിൽ എത്തിയ പറയും അന്ന് പറഞ്ഞല്ലോ. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. ഇറ്റ്സ് അപ് ടു ദാറ്റ് യൂണിവേഴ്സൽ പവർ. അപ്പോൾ അത് നോക്കാം. തീർച്ചയായിട്ടും ബുദ്ധിയുള്ളവർ നാട് നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവർ ബി.ജെ.പിയെ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. കൂടുതൽ ആളുകൾ ബി.ജെ.പിയിലേക്ക് കടന്നു വരുന്നു. ജനസ്വീകാര്യതയെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്. മിഥുൻ അയ്യപ്പൻ, ജനം.